ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോ ആണ്, നിങ്ങൾ ഒരുപാട് കാത്തിരുന്ന വീഡിയോ ആണ്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അത് നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ, ഫസ്റ്റാണ് ഇടുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെയാണ് ഈ പ്രൊഡക്ഷൻ. എല്ലാവരും ഒരുപാട് പേര് കാത്തിരുന്ന് ചോദിച്ചതാണ്. കാരണം നമ്മുടെ ഫേസ് പാക്കുണ്ട്, ഫേസ് വാഷുണ്ട്, ജെല്ലുണ്ട്. അപ്പോൾ ഇതുകൂടി ചെയ്തൊന്നുകൂടി ഇതുകൂടി വേണം എന്ന് എപ്പോഴും ഒരുപാട് പേര് ചോദിക്കാറുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നും നമുക്ക് വേണ്ട കാര്യമാണ് ഞാൻ ഇപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്നല്ലേ, നമ്മൾ ഏത് ഫേസ് പാക്ക് ഇട്ടാലും നമ്മൾ ഫേസ് പാക്ക് കഴുകി കളഞ്ഞാൽ നമ്മൾ എന്താണ് അപ്ലൈ ചെയ്യാൻ പറയാറ്? ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോവിങ് ആകാൻ അത് വേണ്ടതാണ്. അതില്ലാതാവുമ്പോഴാണ് പലരുടെ സ്കിന്നും ഡ്രൈ ആവുന്നത്. ഡ്രൈ ആകുമ്പോൾ നമുക്ക് തിളക്കമുണ്ടാവില്ല. നമുക്ക് എപ്പോഴും നമുക്ക് വേണ്ട സ്കിന്നിന് വേണ്ട ഹൈഡ്രേഷൻ, ഒരു എന്താ പറയുക, ഈർപ്പം ഉണ്ടാവുമ്പോൾ മാത്രമാണ്, ഒരു മോയ്സ്ചറൈസിങ് ഉണ്ടാവുമ്പോൾ മാത്രമാണ് നമുക്ക് സ്കിൻ നന്നായിട്ട് ഗ്ലോവിങ് ആയിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. ഒരുപാട് ബുക്ക് ചെയ്തിട്ടുണ്ട്, അവർക്കൊക്കെ ഞാൻ അയക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇന്ന് മുതലാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ ഇന്നാണ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇന്നാണ് ഫസ്റ്റ് ടൈം ഇടുന്നത്. അപ്പോൾ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീമാണ്, ഓർഗാനിക് ആയിട്ടുള്ള കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഞാൻ കാണിച്ചു തരാം, അപ്ലൈ ചെയ്തിട്ടും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ബുക്ക് ചെയ്തവർക്ക് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതിനെ ഉണ്ടാക്കണതൊന്നും കാണിച്ചിട്ടില്ല. നമ്മൾ ഉണ്ടാക്കണത് കാണിക്കുമ്പോൾ ഒരുപാട് ലെങ്തി ആകുമ്പോൾ നമുക്ക് ഒരുപാട് പേരിലേക്ക് എത്തുന്നില്ലേ, വ്യൂസ് കുറവാണ്. ലൈറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, സാരില്ല. അപ്പം ഞാൻ 2-3 ദിവസമായി ഇപ്പോൾ ഡിലേ ആയിട്ട് നമുക്ക് നേരം കിട്ടാറില്ല. അപ്പോൾ നമ്മുടെ 2 പ്രോഡക്റ്റുകളുടെ പ്രൊഡക്ഷൻ നടക്കാമെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് പ്രൊഡക്റ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത്, മോയ്സ്ചറൈസിങ് ക്രീം. നമ്മൾ ഫസ്റ്റ് ടൈമാണ് കൊണ്ടുവരുന്നത്. കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള മോയ്സ്ചറൈസിങ് ക്രീമാണിത്. നല്ലതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സ്കിന്നിനെ നന്നായിട്ട് ഗ്ലോവിങ് ആക്കാനും നമ്മുടെ സ്കിന്നിന് കൊടുക്കുന്നൊരു കെയറാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീം. നമ്മൾ കുളി കഴിഞ്ഞാൽ പെട്ടെന്ന് മുഖമൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞ് ഒപ്പിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പുരട്ടേണ്ട കാര്യമാണ്. എല്ലാവർക്കും അറിയാലോ മോയ്സ്ചറൈസിങ് ക്രീം. സൺസ്ക്രീൻ, ഞാൻ സൺസ്ക്രീനും ഉപയോഗിക്കാറൊന്നുമില്ല, പക്ഷെ സൺസ്ക്രീൻ നല്ലതാണ്, നിങ്ങളെല്ലാവരും ഉപയോഗിക്കും. ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ, എന്നോട് ചോദിക്കാറുണ്ട്, ചെയ്തിട്ടില്ല. എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് പറ്റില്ല. ഇത് ഒരു അടിപൊളി മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇത് പാക്കഡ് ആണ്, ഇത് പോവാനുള്ളതാണ്. കസ്റ്റമർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കണ്ട് അതേപോലെ നമ്മൾ വിളിച്ച് ചോദിക്കും. നമ്മുടെ പിഗ്മെൻറ്റേഷൻ പാക്കിൻ്റെ തിരക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. പിഗ്മെൻറ്റേഷൻ മിക്സിൻ്റെയും ലിക്കോറൈസ് ഫേസ് വാഷിൻ്റെയും ഓഫർ തീർന്നിട്ടില്ല. ഓഫർ ഇപ്പോഴും കണ്ടുകൊണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ടിട്ട് എനിക്ക് ഒരു ആഴ്ചയായി തോന്നുന്നുണ്ട്. അത് കണ്ടിട്ട് ഇപ്പോഴും ആളുകൾ തീർന്നോ എന്ന് വിളിക്കുന്നുണ്ട്. തീർന്നിട്ടില്ല. തീരുമ്പോൾ ഞാൻ പറയും, ആ വീഡിയോയിൽ തീർന്നു എന്ന് ഞാൻ പറയും. കാരണം പിഗ്മെൻറ്റേഷനായിട്ട് ബുദ്ധിമുട്ടുന്നവർ ഒരുപാട് പേരുള്ളത് കൊണ്ട് ഞാൻ ഇപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഒരുപാട് സാധാരണക്കാരുണ്ട്, പാവങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. അത് അറിയുന്നത് കൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാത്തത് കേട്ടോ. വാങ്ങിക്കുന്നുണ്ട് അവരൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ കിഡിലൻ മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇതിൽ കാണിക്കുന്നത് 50 ഗ്രാമാണ്. ഇതിപ്പോൾ പോകാനുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇത് തുറക്കുന്നില്ല, കാരണം നമ്മളങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഇത് പോകാനുള്ളതാണ്, പാക്ക് ചെയ്തിട്ടില്ലേ. പിന്നെ നമ്മൾ ക്രീമിന് സ്റ്റിക്കർ അടിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ ബ്രാൻഡ് നെയിം ഞാൻ സ്റ്റിക്കർ മാക്സിമം ഒട്ടിക്കാൻ നോക്കാം കേട്ടോ. ഇന്നത്തെ ടൈം തൊട്ട് നമുക്ക് സ്റ്റിക്കർ അടിക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരണ്ടേ, ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഞാനപ്പോൾ ഒരു ടാൽക്കം പൗഡർ മാത്രമാണ് ഇടാറുള്ളത്, ചിലപ്പോൾ അത് ഇടാറില്ല. ഇന്ന് അത് ഇട്ടിട്ടില്ല, കാരണം നിങ്ങൾക്ക് ഈ മോയ്സ്ചറൈസിങ് ക്രീം തേച്ച് കാണിച്ചു തരാം. ഇപ്പം ഇത് 15 ഗ്രാം അങ്ങനെയും കിട്ടും കേട്ടോ. ഇത് ഒരു 15 ഗ്രാമാണ് അതുള്ളത്. ഇത് ഞാനിപ്പോൾ എനിക്ക് യൂസ് ചെയ്യാനായിട്ട് അല്ലേ, നമ്മുടെ പ്രോഡക്റ്റ് ഫസ്റ്റ് നമ്മളാണ്. ഞാൻ നോക്കി, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബൗളൊക്കെ ഇങ്ങനെ വടിച്ചെടുത്ത് അതൊന്നും നഷ്ടപ്പെടുത്താണ്ട് തേക്കും.
അപ്പോൾ ഞാനത് കൈമയൊക്കെ അപ്ലൈ ചെയ്തു. അപ്പോൾ ഞാൻ മുഖം കൈ ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ ഞാൻ കൈമയൊക്കെ അപ്ലൈ ചെയ്തപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ, കൂറയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ 50 ഗ്രാമിൻ്റെ. ഇപ്പം ഇത് വേണ്ടവർ വാട്സപ്പിൽ ബുക്ക് ചെയ്യുക. ഒരുപാട് പേര് ചോദിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. കാരണം ഫേസ് വാഷ് ഇട്ട് മുഖം ക്ലീൻ ചെയ്തതിന് ശേഷം ഫേസ് പാക്ക് ഇടുക, അതിന് ശേഷം കഴുകിയിട്ട് ഓർഗാനിക് ആയിട്ടുള്ള മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യൂ എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും ചേച്ചിയിൽ അതുണ്ടോ. അതുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത് കേട്ടോ. ആവശ്യക്കാരുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇത് തുടങ്ങിയാൽ പോരാ, നമുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിൽ നല്ലത് ചെയ്യണം. ഓർഗാനിക് അല്ലേ, അപ്പോൾ അതിന് വേണ്ടി സമയം എടുക്കും. അതുകൊണ്ടാണ് ഇത്ര നാൾ വൈകിയത്. അപ്പോൾ ഇപ്പോൾ ശരിയായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ ബാലൻസ് ഉള്ളത്. ഞാൻ നിറച്ചിട്ടുണ്ട് എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോഴും ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ 15 ഗ്രാം അവൈലബിൾ ആണ്. ഇപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്നുള്ളവർക്ക് 15 ഗ്രാം അവൈലബിൾ ആണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാം. അതിനാണ് മുൻപ് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതാ കണ്ടോ ഞാൻ എത്ര നിറച്ചിരിക്കണേ. അപ്പം ഇതാണ് നമ്മുടെ ക്രീം. തുണ്ട് മതി കേട്ടോ. റിംഗ് ലൈറ്റ് പോയി. അതിന് ഇന്നർ ക്യാപ്പൊക്കെ ഇട്ടുണ്ട് കേട്ടോ. അതിന് ഞാൻ എനിക്ക് യൂസ് ചെയ്യാനുള്ളതല്ലേ, പെട്ടെന്ന് തുറക്കുക, എടുക്കുക, യൂസ് ചെയ്യുക. നിങ്ങളത് ഇട്ട് വെച്ചോളൂ കേട്ടോ. അപ്പം അങ്ങനെ അപ്പം ഞാൻ എന്താ അപ്ലൈ ചെയ്യുവാണ്. ലൈറ്റ് ആക്കിയിട്ട് വരാം. അപ്പം അതായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാവേ. ഞാൻ റിംഗ് ലൈറ്റ് ഓൺ ആക്കാൻ പോയതാട്ടോ, ചാർജ് കഴിഞ്ഞിട്ടാണ്. അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാനിത് ഇടാൻ വേണ്ടിയിട്ട് ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ട് വന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ പൗഡർ മാത്രമേ ഇടാറുള്ളൂ കേട്ടോ. ചില സമയത്ത് മടിയാകുമ്പോൾ അതും ഇടില്ല. അപ്പോൾ അതാ നന്നായി അബ്സോർബായി. കണ്ടോ, ഇത്രയേ ഉള്ളൂ നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീം. അപ്പോൾ ഇത് നമ്മൾ ഡെയിലി മോയ്സ്ചറൈസിങ് ക്രീം ഉപയോഗിക്കാന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് ഗ്ലോവിങ് ആയിട്ട് വരും. സ്കിൻ ഡ്രൈ ആയി നിൽക്കാണ്ട് ഇവിടെ തിളങ്ങി നിൽക്കുന്നുണ്ടായിട്ടില്ല ചിലരുടെയൊക്കെ, അങ്ങനെയായി വരും. സ്കിൻ കെയറാണ് നമ്മൾ ഈ മോയ്സ്ചറൈസിങ് ക്രീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ പറയാലോ. ഇതിലടങ്ങിയിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ മോയ്സ്ചറൈസിങ്ങിൻ്റെ ഇത് ഒന്നും കൂടി കൂടുതലായിട്ട് മോയ്സ്ചർ ചെയ്യാനായിട്ട് വാട്ടർമെലൻ്റെ എക്സ്ട്രാക്റ്റ് ചേർത്തിട്ടുണ്ട്. അതേപോലെ പാരബിൻ സൾഫേറ്റ് ഫ്രീ ആണ് കേട്ടോ ഇത്. പിന്നെ വൈറ്റമിൻ ഇ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്ലിസറിൻ വളരെ നല്ലതാണ് നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറായിട്ടിരിക്കാൻ. അപ്പോൾ ഗ്ലിസറിൻ ചേർത്തിട്ടുണ്ട്. പിന്നെയും ഒരുപാട് കണ്ടൻറ്റുകളൊക്കെ നമ്മുടെ ക്രീം ബേസിൽ നല്ല കണ്ടൻറ്റുകളുണ്ട്. കാരണം ഓർഗാനിക്കാണ്, പാരബിൻ സൾഫേറ്റ് ഫ്രീ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. നല്ലൊരു എന്താ പറയുക, നമ്മൾ നല്ലൊരു ഫീലാണ്. ഒരു കൂളിംഗ് എഫക്റ്റൊക്കെ ഉണ്ട്. അത് വാട്ടർമെലൻ്റെ എക്സ്ട്രാക്റ്റ് കൊണ്ടായതുകൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. പല ഇതുകൊണ്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ വാട്ടർമെലൻ ആകുമ്പോൾ നമുക്ക് നല്ലതാണ്. അപ്പോൾ അതിൻ്റെ എക്സ്ട്രാക്റ്റാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇതിൽ. അപ്പോൾ നമുക്ക് എല്ലാ ക്രീമും അവൈലബിൾ ആണെന്ന് ഇതോടുകൂടി ഞാൻ പറയുകയാണ്. ക്രീം ഞാൻ ഇല്ല എന്നാണ് പറയാറ്. എല്ലാ ക്രീമും ഞാൻ ഗ്ലൂട്ടാതയോൺ ക്രീമൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്ലൂട്ടാതയോൺ, പപ്പായ, ഓറഞ്ച്, റെഡ് വൈൻ, അതുപോലെ കുങ്കുമാതി ക്രീം എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ഇവിടെ നമ്മുടെ ലൈറ്റ് വീണ്ടും പോയി. അപ്പോൾ കുങ്കുമാതി സാഫ്രോൺ കുങ്കുമാതി ലാബ് എന്ന് പറയുമ്പോൾ കുങ്കുമാതി ക്രീം എന്ന് പറയുമ്പോഴാണെങ്കിലും വേറൊരു ഐറ്റം വരുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ ഫേസ് പാക്ക്, പിഗ്മെൻറ്റേഷനുള്ള ഫേസ് പാക്കിന് ഉപയോഗിക്കാൻ മടിയുള്ളവർക്ക്, ഒരുപാട് ഡ്രൈ സ്കിൻ ഉള്ളവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ പ്രോഡക്റ്റാണ് അടുത്ത് വരുന്നുണ്ട്. അതിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പോൾ അത് നമ്മൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഈ കുങ്കുമാതി ക്രീം, അതുപോലെ റെഡ് വൈൻ, അങ്ങനെ എല്ലാ സാധനങ്ങളും, എല്ലാ ക്രീമുകളും അവൈലബിൾ ആണ് കേട്ടോ. കോഫി എല്ലാം അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളൊരു കാറ്റലോഗ് സെറ്റ് ചെയ്തിട്ടില്ലേ, അതുകൊണ്ട് എനിക്ക് ടൈപ്പ് ചെയ്തിടാൻ പറ്റുന്നത് മാത്രമേ ഞാൻ ഇടാറുള്ളൂ. കാരണം നമുക്ക് നേരം ഉണ്ടാവില്ല. അതുകൊണ്ട് അപ്പോൾ ഇത് അടിപൊളിയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ, ആഗ്രഹമുള്ളവർ മാത്രം യൂസ് ചെയ്യുക. എന്തായാലും നമ്മുടെ ഓർഗാനിക് പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ഓർഗാനിക്കായിട്ടുള്ള മോയ്സ്ചറൈസിങ് ക്രീമോ ജെല്ലോ പുരട്ടാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഓയിലി സ്കിൻ ഉള്ളവർക്ക് പോലും സ്യൂട്ടാവുന്ന തരത്തിലാണ് ഞാനിത് ക്രീം ചെയ്തിരിക്കുന്നത്. ജെൽ കൺസിസ്റ്റൻസി ആയിട്ടുള്ള ക്രീം ബേസാണ്. അതുകൊണ്ട് തന്നെ അത് കുഴപ്പമുണ്ടാകാതെ വിചാരിക്കണു. എങ്കിലും ഓയിലി സ്കിൻ ഉള്ളവർ ജസ്റ്റ് ഒന്ന് കുറച്ച് ക്വാണ്ടിറ്റി വാങ്ങിച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന്. പ്രോബ്ലം എന്ന് ഉദ്ദേശിച്ചത്
ഓയിലി സ്കിന്നുകാർക്ക് ഇത് അങ്ങനെയല്ല, എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന തരത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്കിലും എൻ്റെ അഡ്വൈസാണ്, ജസ്റ്റ് കുറഞ്ഞ ക്വാണ്ടിറ്റി വാങ്ങിച്ച് നോക്കുക, സ്യൂട്ടാണെങ്കിൽ പിന്നെ വാങ്ങിക്കാമല്ലോ. ഓക്കെ.